യെസ്. അപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഹർത്താലാണ്. ഇത് ഉപ്പമല്ല, ഇത് പൊങ്കലാ. അങ്കക്കോട് അതിന് പതിങ്ങന്ന് ശരിങ്ങന്ന് അങ്ങനെ വേണ്ട. മധുരമാണോ ഉപ്പാണ്? കേട്ടോ, ഇന്ന് സത്യം പറഞ്ഞാൽ പട്ടിണിയാവുമെന്ന് വിചാരിച്ചോ? നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഈച്ച പോലും മറക്കാതിരിക്കുന്നത്. ഇവിടെ നോക്കി, ഇവിടെ രാവിലെ ഞാൻ വിചാരിച്ചിട്ട് ഒന്നും കാണത്തില്ല. ഇവിടെ രാവിലെ കോളേജ്, സ്കൂള്, കട, വണ്ടി, ഹർത്താലിന്റെ ഒരു പോലും ഇല്ല. കേരള സാരഥി എത്തിയാ കേട്ടോ. വണ്ടി പറയല്ലേ? ആ വണ്ടി ഇദ്ദേഹത്തെ വണ്ടി കേട്ടോ. വണ്ടി പോയി രാത്രിയില് പോയിട്ടേ റോഡ് വരല്ലേ റോഡ് കേറട്ടെ. നീ കേരള നോക്കിട്ട് റോഡ് അവസാനിച്ചോ? ആദ്യം നമ്മൾ പോയി പാലത്തിന് ലെഫ്റ്റ് എടുത്തല്ലോ, പെട്രോൾ പമ്പിന്റെ അവിടെ വണ്ടി റിവേഴ്സ് എടുത്തില്ലേ? വണ്ടി പോയില്ല. പിന്നെ പോയപ്പോ റോഡ് തീർന്നു. അന്നേരൊക്കെ ഉണ്ട്. അന്നേരൊക്കെ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അടുത്ത മേളിൽ സർവീസ് റോഡിൽ വന്നിട്ട് ഹൈവേ കയറാൻ പാലം പോകുന്നുണ്ടാവില്ല, റോഡ് ക്രോസ് ചെയ്തു. അവനെന്താ ചെയ്ത്? ഞാൻ പോയിട്ട് സർവീസ് റോഡ് റിവേഴ്സ് ചെയ്തു. ആ റോഡിൽ പോയിട്ട് റിവേഴ്സ് വരും. ഞാൻ വിചാരിച്ചു, സത്യം പറഞ്ഞാലേ ഞാൻ കണ്ണു പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഇവന് ഓൾറെഡി പറഞ്ഞായിരുന്നു, അതായത് ബോർഡറിൽ കൊണ്ട് എത്തണം, വണ്ടി എത്തിക്കണം, നേരം നോക്കുമ്പോഴത്തേ ബോർഡറിൽ കൊണ്ട് കയറണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പാലക്കാട് വല്ലതും ബോർഡർ വല്ല ഓക്കെ ഞാൻ വിചാരിച്ചു പാലക്കാടേ ബോർഡർ വല്ലതും ആയിരിക്കുമ്പോൾ കണ്ണു തുറന്നു. കണ്ണു പറഞ്ഞാൽ ഞാൻ പിന്നെ ഗൂഗിൾ മാപ്പ് പഠിച്ചു നോക്കിയപ്പോൾ എന്തോ മധുരയിലും ദിണ്ടിഗലിലും ഇടയ്ക്ക് നിൽക്കുക, ഇടയ്ക്ക് നിൽക്കുക. അപ്പൊ നിങ്ങൾ എത്ര മണിക്ക് ഇവിടെ വന്ന് കിടന്നേ? അന്തരം കാര്യം ഇവിടെ കടയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ സംഭവമില്ല, കോളേജൊക്കെ ഉണ്ട്. അപ്പൊ ഹർത്താൽ വരുമ്പോൾ നേരെ തമിഴ്നാട്ടിൽ പിടിച്ചാൽ മതി. തമിഴ്നാടല്ല, മൈസൂരിലും കുഴപ്പമില്ല, കർണാടക കുഴപ്പമില്ല. കർണാടക പ്രശ്നമാണ്. കർണാടക ചില സ്ഥലങ്ങളിൽ പോയാൽ നമ്മൾ അടിച്ചു വിട്ടു. ഗ്യാസ് അടിച്ചിട്ട് ബസ്സിൻ്റെ തന്നെ അടിച്ചു വിട്ടു. തമിഴ്നാട് ഒരു പ്രശ്നമില്ല. ഞാൻ കോളേജ് പോകുന്നു. നീ ഇവിടുന്ന് എപ്പോൾ ഇറങ്ങാനാ? ഇത് മധുരയും ദിണ്ടിഗലിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്രാമമാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, മൊത്തം തമിഴാണ്. ആകെയുള്ള ഇംഗ്ലീഷിലുള്ളത് തട്ടി മിൽക്കി മിസ്റ്റ്, അത് മാത്രമേ ഉള്ളൂ. അപ്പം വണ്ടി ഉണ്ട്, അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഹർത്താലായിട്ട് നമ്മുടെ നാട്ടിലേ ഉള്ളൂ ഈച്ച പോലും പറക്കാത്തത്. ഇവിടെ ആണ്ട് എല്ലാം ഉണ്ട്. ഇവിടെ ഈച്ചയും പറക്കുന്നുണ്ട്, ഹോട്ടലിലും പോകുന്നുണ്ട്, കോളേജ് ഓപ്പൺ, സ്കൂള്, ബസ്, കാറ്, ലോറി എല്ലാം വാങ്ങിയും തങ്ങി എല്ലാം ഓടുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണ് ഈച്ച പോലും ഇല്ലാത്തത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് കാലടിക്കാണ് ഇതോടുള്ളത്. അപ്പോൾ നമുക്ക് കാലടിയിലോട്ട് ഇവിടുന്ന് ഒരു 275 കിലോമീറ്റർ, 300 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് പതുക്കെ കിട്ടേക്കാം. അപ്പിച്ചു വരാടേ.
ഇന്ന് നാളെ എന്നാണ് ഞാൻ പറഞ്ഞത്. നാളെ പാപ്പ വഴി കാപ്പാ വഴി കയറുവാപ്പാ കേറുവാ വഴി കയറുവാ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു വാപ്പി, ഉത്തരവാദിത്തം ഇല്ലാത്തൊരു വാപ്പി. മറന്തം വെയില. കണ്ടോ, നാളെ വരാം. ഇതുകൊണ്ടാണത്ര നമ്മൾ പെണ്ണ് കിട്ടാത്തത്. ഞങ്ങൾക്ക് സമയമില്ല അതിനൊക്കെ. കേട്ടോ, ഇത് വരണം വേറെ. ഇത് ഞങ്ങളെ ആരും വിളിക്കാനില്ല. ഞങ്ങളെ ആകെ വിളിക്കാനില്ല ഓണ്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. നാളെ വന്നോണ്ടിരിക്കുന്ന കേട്ടാ. നൈസായിട്ട് അങ്ങ് എതുവഴി താത്തു നീ. എന്തുവാ നീ അഭിനയിക്കാതെ വെക്കൊരു സ്ത്രീ. നമ്മള് നല്ല ഇതാ അഭിനയിക്കാതെ പറയാം. എന്തോ ഇങ്ങനെ സാധ്യത പറയാം. പക്ഷേ നമ്മൾ വണ്ടി കുലപുരുഷനെ കൊണ്ട് ഞാനങ്ങ് തോറ്റ്. വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ നേരെ സ്ട്രേറ്റ് ഫോർഡ് ആയി. മനസ്സിലായില്ലേ? നമ്മള് പക്കയാണ്. മനസ്സിലായില്ലേ? ഒരു മാറ്റം വരാൻ പാടില്ല. കരിമ്പിൻ ജ്യൂസ്, ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുതിരയെ പൊക്കുന്നത് കണ്ടോ നീ? ഇതാണ് ഭാരത് ബന്ദ്. ഇതാണ് ഭാരത് ബന്ദ് തമിഴ്നാട്ടിലെ. അതെ, എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. കോളേജുണ്ട്, സ്കൂളുണ്ട്, റോഡിൽ വാഹനങ്ങളില്ല, കടകമ്പോളങ്ങളൊന്നും തുറന്നിട്ടില്ല. വിജനമായ റോഡാണ്. ഒരു തിക്കും തിരക്കും ഇല്ല. അതുപോലെ തന്നെ ഭാരത് ബന്ദ് അവർ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതെ, ഒരു കട പോലും ഇല്ല. എല്ലാ കടയും പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ്. റോഡരികിൽ വണ്ടി, വാഹനങ്ങൾ, ലോറി, ഓട്ടോറിക്ഷ, ഒരു വാഹനങ്ങളും റോഡിലില്ല. അടുത്തുകളിൽ എന്തിനേറെ പറയുന്നു, അല്ലറ ചില്ലറ ബൈക്കുകൾ മാത്രമല്ലാതെ ഒരൊറ്റ വണ്ടി വാഹനം പോലും. അതെ അതെ അതെ, അവരാ ബന്ദ് പൂർണ്ണമായിട്ടും അവർ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. അതെ അതെ അതെ. അതേശം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിലോ ഹർത്താൽ എന്നൊരു വാക്കിന് ഒരു വില പോലും കൽപ്പിക്കാതെ വണ്ടികൾ ഇറക്കി, നിരത്തുകളിലൂടെ വണ്ടിയും ഇറക്കി, കടകളും തുറന്ന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങുന്ന നമ്മുടെ സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെയോ എന്താണ് നമ്മൾ കാണുന്നത്? ഇവിടെ എല്ലാം ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്താൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് റോഡുകളിൽ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും, എന്തിനേറെ പറയുന്ന ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും റോഡിൽ കാണുന്നില്ല. അതെ അതെ, എല്ലാം സുരക്ഷിതരായി, അതും ഹെൽമെറ്റുകൾ മാത്രം യാത്ര ചെയ്ത്, ഹെൽമെറ്റുകൾ മാത്രം വെച്ചുകൊണ്ടാണ് ഫോർ സേഫ്റ്റി. ഒരു ഹെൽമെറ്റ് പോലും ഇല്ലാത്ത ഒരു യാത്രക്കാരെ നമുക്ക് ഇവിടെ കാണാൻ വളരെ വളരെ പ്രത്യേകിച്ച് പോലീസുകാരെ പോലും ഒരു ഹെൽമെറ്റ് പോലും ഇല്ലാതെ പോകുന്നത് ചുരുക്കമാണ്. കാരണം അതുപോലെയാണ് ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ റൂള് കീപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവരെ ഇത് കണ്ടാണ് പഠിക്കേണ്ടത്. ഇത് കണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് ഈ കേരളക്കാർ ഇവരെ കണ്ടാണ് ഹെൽമെറ്റ് വിടത്തില്ല, സീറ്റ് ബെൽറ്റ് വിടത്തില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല, ഒരു റൂൾസും കീപ്പ് ചെയ്യാതാണ് കേരളത്തിലെ ആൾക്കാർ പോകുന്നത്. അത് വെച്ചാൽ തമിഴ്നാട്ടിലെ ആൾക്കാരെ കണ്ടുപിടിക്കും. ഹെൽമെറ്റ് ഇല്ലാതെ ഒറ്റ ഒരാൾ റോഡിന്റെ മുറ്റത്തോട്ട് ഇറങ്ങത്തില്ല. പിന്നെ വെളിയിൽ പോലും ആണ് ഒരാളിപ്പോ ഹെൽമെറ്റ് ഇല്ലാതെ പോയി. യൂത്തമാരാ അഹങ്കാരികൾ. തലമുറ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഭാര്യ ഭർത്താവ്. അതെ അതെ അതെ. അപ്പം ഇവിടുത്തെ ഹർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഹർത്താലാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കോമഡി എന്താ ചിരിക്കട്ടാ. ഹർത്താലായിട്ട് നമ്മള് രാവിലെ ഒരു ഭക്ഷണം പോലും നമ്മൾ കഴിച്ചില്ല, നമ്മളൊരു വെള്ളം പോലും കുടിച്ചില്ല, ചായ പോലും കുടിച്ചില്ല, ഒരു ചൂട് ദോശ പോലും ദോശ പോയിട്ട് ഒരു ഒരു പൊങ്കലോ ഒരു പൊങ്കൽ പോലും ഒരു ഉഴുന്നോട പോലും ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങൾ ഈ പട്ടിണിയൊക്കെ ഇരുന്ന് ഞങ്ങള് ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ. ഇതൊക്കെ ആർക്ക് വേണ്ടി ചെയ്യുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കഷ്ടപ്പാടുകളാ. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവരുന്ന ലോഡ് നെല്ല്. ഈ നെല്ല് നമ്മൾ മറ്റേ സമ്പ്രദായം വേണ്ടി സെറ്റപ്പ് ചെയ്ത് അരിയാക്കി അത് അവിടുത്തെ റേഷൻ കടയിലേക്ക് വന്ന് അവിടെ നിങ്ങൾ മേടിച്ച് നിങ്ങളത് വയറ് നിറച്ച് ഭക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് നിലനിർത്തുന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതം നിലനിർത്താൻ വേണ്ടി ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഹർത്താൽ വ്യാപകമായിട്ട്
വ്യാപിച്ചിരിക്കുന്നത്. അതെ ഇവിടെയാണ് നോക്കി, ഇവിടെ റോഡ് ഇവിടെ ഫുള്ളായിട്ട് ക്ലീനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ നെല്ലൊക്കെ കൊണ്ടുവന്ന് സെറ്റപ്പ് ചെയ്ത് കൊണ്ട് തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് സെറ്റപ്പ് ചെയ്ത് കൊണ്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പട്ടിണി ഇരിക്കാനും ഞങ്ങൾ ഞങ്ങൾ വണ്ടി ഓടിച്ച് വരുവാണ് നിങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതെ. അതെ, ഡീസല് ഗ്രീസ് അടിക്കണോ? ആഹാരം കൊണ്ട് അടിക്കുന്നെങ്കിൽ ഇവിടുന്ന് അടിച്ചാണ്. കാരണം നമുക്ക് അവിടെ പോയിട്ട് പിന്നെ തിരിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരാൻ വീണ്ടും അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അടിച്ചിട്ട് പോകുന്നതായിരിക്കും. ഗ്രീസ് അടിക്കണം അല്ലേ? ഗ്രീസ് അടിക്കണം, അറിയിക്കാൻ പറ്റില്ല. ഗ്രീസ് അടിക്കണം. നമ്മൾ പളനി റൂട്ടാ പോകുന്നല്ലേ? കട വയ്ക്കണം. ഗ്രീസ് നോക്കാം, അടിക്കാൻ പോവാ, നോക്കാം. എന്താ? क्या करेगा भाई, क्या करेगा? ഇപ്പൊ കറി ആയാലേ, क्या करेगा? കറിക്കളോ ആയാലേ ഒരു വകുപ്പും ഇല്ല. യുനോ നോ ഇഷ്യൂ മേ. അഞ്ചു കുഴിപ്പാട്ടി. വിഷിംഗ് എ പ്രസന്റ് എവിടെ? നാഷണൽ ഹൈവേ ടോൾ പ്ലാസ 5 കുഴിപ്പട്ടി. 5 കുഴിപ്പട്ടി. 1 2 1 2 3 1 2 3 4. ഇത് 4 കുഴിയുള്ളത്. 1 2 3 4 5 5 6 കുഴിയാണ്. കുഴപ്പമില്ല. ഇത് കരിക്ക് കുടിച്ചിട്ട് പോകും. ഗുഡ് ഫോർ ഹെൽത്ത്. കിഡ്നി സ്റ്റോൺ. നെക്സ്റ്റ് കുടിക്കാം. ഉണ്ടായിരുന്നു. എടാ നോട്ടാ ഇങ്ങനെ അല്ല അവിടെ വണ്ടി അവിടെ പോലണ്ടേ. ആ സൈഡ് കുറച്ച് റൈറ്റ് സൈഡ് കുറച്ച് കയറുന്നു. ഈ സൈഡ് ചേർക്ക്. ഓക്കെ. ഇവിടെ മോര് കിട്ടുമോ? ചോദിച്ചോ. ലസ്സി വയ്ക്കാം. യെസ്. ഇപ്പം ഗ്രീസ് അടിച്ചല്ലോ. യെസ്. എത്രയായി ഗ്രീസിന്? 250 റിയൽ. യെസ് സർ. ഓക്കെ. Now you go. പോലാമാ? Yes.
ലെഫ്റ്റ് ഓക്കെ, ലെഫ്റ്റ് ഓക്കെ, ലെഫ്റ്റ് ഓക്കെ, ലെഫ്റ്റ് ഓക്കെ, ലെഫ്റ്റ് ഓക്കെ, ലെഫ്റ്റ് ഓക്കെ. കാല് കൊടുക്ക് പിള്ളേച്ചാ, എന്താ വയ്യേ? അങ്ങനെ ഇങ്ങനെ 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 ഓർത്തോ. വാ 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 വാ. പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് എവിടെ നടക്കും കൊതുക്? രാത്രിയിലത്തെയോ? നീ വലിച്ചു കൊണ്ടുവന്നു. ഇവിടെല്ലാം സ്കോർ ചെയ്തിട്ട് ഇപ്പോഴേ ബോധം വീണം തോന്നുന്നു. അതെ പോകുന്ന വഴിക്ക് ആ കൊറിയർ സർവീസ് നോക്കണേ. ആ കൊറിയർ സർവീസ് കാണുമായിരിക്കും. നോക്കാം. ETC ഇപ്പൊ എഴുന്നേറ്റ് വന്നോ? എഴുന്നേറ്റ് വന്നാ? അതാണ് ചോര കുടിച്ചിട്ടേ എഴുന്നേറ്റ് വന്നാ. ഓ ഇതാണ് ദിണ്ടിഗൽ അല്ലേ? ആള് ചെറുതായിട്ട് കാണല്ലേ? ദിണ്ടിഗൽ ടൗൺ അല്ലേ? മെയിൻ ടൗൺ അല്ല. ആ ഈ നമുക്ക് റൈറ്റ് എടുക്കാനല്ലേ ബസ് കയറി ടൈമിങ്ങിന് കയറി വന്നല്ലോ. പോട്ടെ. യെസ്, ഇവിടെയാണ് നമുക്ക് ദിണ്ടിഗൽ ബിരിയാണി കിട്ടുന്നത്. ദിണ്ടിഗൽ തലപ്പാക്കട്ട്. ദിണ്ടിഗൽ തലപ്പാക്കട്ട്. ദിണ്ടിഗൽ തലപ്പാക്കട്ട് ബിരിയാണി അല്ലേ? തലപ്പാക്കട്ട് ബിരിയാണി. യെസ്. ദിണ്ടിഗലിലെ ബാബു ആന്റണി. ഇവിടുന്ന് ഹർത്താലിൻ്റെ ഒരു ഇതില്ലല്ലേ? ഇവിടുന്ന് ഹർത്താലില്ല.
ഇവിടെ സാധാരണ ഉള്ള പോലെ തന്നെ അറിയത്ത് പോലും ഇല്ല ഹർത്താലിന്ന് ഉണ്ടെന്ന് പോലും. കടപ്പടി ചോദിച്ചു ആ അണ്ണാ നാളെ കട ഉണ്ടോ 24 കട പറഞ്ഞേ അല്ല നാളെ ഭാരതി ബന്ദ് അവൻ தெரியாது കട ഇருக்கு ആണോ? അത് ഇവിടെ ഇവിടെ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞ. ഭാരതി ബന്ദ് പറഞ്ഞാൽ ഫുള്ളാണ്, ഇന്ത്യ ഫുള്ളാണ്. അതാ ചോദിച്ചത്. പിന്നെന്താ ഇവിടെ കേരളത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ അതിന്റെ ഒരു 4-1 പോലും ഇവിടെ കാണുന്നില്ലല്ലോ. ഒരു ഏരിയ പോലും അടച്ചിട്ടുന്നില്ലല്ലോ. ഒന്നും കാണുന്നത് ഒരു ഏരിയ കുറച്ച് കാണിക്കുന്നത് കോമഡിയോ ഒത്തു. അത് നമ്മളെ ഷോട്ട് അത് പെട്രോൾ പെട്ടെന്ന് ആണ് അവിടെ നമുക്ക് നന്നായി. എവിടെ? ബത്ലഗുണ്ട് സേലം റൈറ്റ്, മധുര ലെഫ്റ്റ്, കൊടൈക്കനാൽ സ്ട്രൈറ്റ്, ബത്ലഗുണ്ട് സ്ട്രൈറ്റ്. നമുക്ക് റൈറ്റ് അല്ലേ? നമ്മൾ നേരെയാ ഓർമ്മ നേരെയാ പോയത്. ഓർമ്മ ഓർമ്മയില്ല. മണ്ടക്കോടെ കൊടക്കല്ല നമ്മൾ ചോദിച്ചില്ലേ കൊടക്കൽ പോയി ഓർമ്മ ഉണ്ടോ? അങ്ങോട്ടാ റൈറ്റ്. യെസ്. കളഞ്ഞെടുക്കാറായില്ലേ? കളഞ്ഞെടുക്കാറായി. പുള്ളി അങ്ങ് പോയല്ലോ. പൊള്ളാച്ചി എത്ര ദൂരമുണ്ട്? പൊള്ളാച്ചി കോയമ്പത്തൂർ ലെഫ്റ്റ്, പൊള്ളാച്ചി ധാരാപുരം, ഉടുമ്പൽപേട്ടை, ഉടുമലൈപേട്ടை, ധാരാപുരം ലെഫ്റ്റ്. നാഗനാംപട്ടി പട്ടി. ഇവിടെ എല്ലാം പട്ടി വിട്ടി കുട്ടി അങ്ങനെയൊക്കെയാ വരുന്നത്. അങ്ങോട്ട് മൈസൂർ അങ്ങോട്ടൊക്കെ പോയി വള്ളി പുള്ളി. റോഡ് നല്ല റോഡാ. നല്ല റോഡാ. മലകൾ, പുഴകൾ. യെസ്, സമയം 2 മണിയായി. ഞങ്ങൾ നാട്ടിൽ ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഇവിടെ കയറി കുളിച്ചു, തുണിയൊന്ന് അലക്കി. അപ്പുറത്ത് വിട്ട് കാണിക്കാം. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് സെറ്റാവും. மீன், நாட்டுக்கோழி, மட்டனு, ஆம்லெட், നല്ല ടീമിനോട് ബീഫ് ചോദിച്ചു. இங்கே தானே
കറക്റ്റ്. അയ്യോ, കൊള്ളാം കൊള്ളാം. ഞാൻ മര്യാദയ്ക്ക് മാറുന്നത് അത് പൂരിയാണ്. ഉണങ്ങിയോ? വണ്ടിയിടാം. യെസ്, സമയം ഇപ്പം 5:45. തുണിയൊക്കെ കഴുകിയിട്ട് എല്ലാം ഉണങ്ങി, എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ബാഗിനകത്ത് കയറ്റി. ഇപ്പം സമയം 5:45. 6 മണി. കോയമ്പത്തൂർ നേരെ ഛത്രപതി ഛത്രപട്ടിയോ ദേവത്തൂറാ ലെഫ്റ്റ്. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കിയോ? ഇനി 250 250. അവിടുത്തെ ലോഡ് ഇറക്കുന്ന അവിടുത്തെ പാർട്ടി വിളിച്ചായിരുന്നു ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക്. വിളിച്ചായിരുന്നു. പുള്ളി വിളിച്ചിട്ട് പറഞ്ഞ് രാത്രി എത്താൻ പറ്റുമെങ്കിൽ വരാൻ പറഞ്ഞു. പുള്ളി വെളുപ്പിനെ 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഷെഡിൽ വരുമെന്ന് പറഞ്ഞു. ഷെഡിലല്ല, വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ സ്പോട്ട് പറഞ്ഞു. പുള്ളി അവിടെ കാണുമെന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആണെന്ന് പറഞ്ഞു. ഇല്ലല്ലേ? ആ മില്ല്. മില്ലേക്കാണോ അതോ മറ്റേ റൈസ് അവർക്കലാണോ? ഒന്നും അറിയത്തില്ല, അതെന്തോ ആരെ പോലെ അറിയത്തുള്ളൂ. പോയോ? പോയി. വേഗത്തിനാണെങ്കിൽ പോയി. കണ്ടാണേ. പക്ഷെ നല്ല രസമുണ്ട് കാണാനല്ലേ. ആ ഭാഗത്ത് വെളിച്ചം കണ്ടത്. നല്ല വെളിച്ചം. ഫുള്ള് ഡൗൺ ആയി. പൊള്ളാച്ചിക്ക് 75. ടോൾ ബൂത്ത് ആണോ? ഇല്ല. ഇവിടെ എത്ര ടോള്? അതിവിടത്തെ അറിയാം. വർക്കല്ലേ? എത്ര അറിയുന്നുണ്ടോ? മെസ്സേജ് വന്നോ? മെസ്സേജ് പോരും. 550 രൂപ. 545 രൂപ. ആ ടോളോ 545. 2 വണ്ടി പോയപ്പോൾ തന്നെ ആയല്ലോടോ. പിന്നെന്താ ഇവിടെ അവിടെ ഗുണമല്ലേ പെട്ടുപോയത്? എവിടെ? കേരളത്തിലോട്ട് പോയത്. നമുക്ക് കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പും വണ്ടിയിലില്ല. അതിനകത്തുണ്ട്, അത് അതിനകത്ത് എടുക്കണമല്ലോ. പക്ഷെ ഇതിനകത്താണെങ്കിലും നമുക്ക് വെക്കാനാണെങ്കിലും സൗകര്യമൊക്കെ ഭയങ്കര കുറവാടാ. ആ പുറേ ആ ചെയറൊക്കെ ഇങ്ങനത്തൊരു തൽക്കാലം ഇങ്ങനത്തെ വൃത്തിയാക്കാൻ കുഴപ്പമില്ല. റോഡാൻ കിടക്കുകയാണ് സ്ട്രെയിറ്റ്. നീളത്തിൽ കിടക്കുവാണ്. മടത്തുകുളം.
അത് മടത്തിക്കുളം, ഇത് മടത്തുക്കുളം. ആ മടത്തിക്കുളം അങ്ങോട്ട് എടാ മടത്തിക്കുളം എവിടാ? ആ പൊള്ളാച്ചി അടുത്ത് ആണോ? ആ നമ്മൾ അവിടെ എന്തായാലും തൂത്തുക്കുടി മടത്തിക്കുളം അല്ലേ? ഇല്ലില്ല മടത്തിക്കുളം ഇവിടെ ഓട്ടം പറയും വിളിക്കും നമ്മൾ മടത്തിക്കുളം വേണ്ട പറഞ്ഞില്ല നമ്മള്. ആ എവിടാ? തൂത്തുക്കുളം പക്ഷെ ഇത് മടത്തിക്കുളം എന്നല്ല, മടത്തുക്കുളം എന്നാ. അതിനായിരിക്കും അതിനും പറ്റൂല. പൊള്ളാച്ചി അടുത്ത സ്ഥലം. സ്ലിപ്പ് റോഡ് ഉണ്ട്. ഫുള്ള് രാത്രി എത്തണം അല്ലയോ? രാത്രി എത്തണം. രാത്രി എത്തണം അവിടെ കാലടി. രാത്രി എത്താൻ പറഞ്ഞു പുള്ളി 12 മണിക്ക്. ആടെ പൂ ചെമ്പരത്തി ഒരു മയത്തിലൊക്കെ പോടേ ചുമ്മാ നമ്മുടെ ചെമ്പരത്തി സാമ്പാർ എന്തായാലും വരുന്നത് സൂര്യകാന്തി പൂ ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് മിസ് കേട്ടോ, കാണിക്കായിരുന്നു. അതങ്ങനെ ഇവനങ്ങ് 100 110 അങ്ങ് പൂവല്ലേ, പിന്നെ എങ്ങനെ കാണിക്കാനാ? ആൾക്കാർ കാണിക്കാനും പറ്റത്തില്ല. ഇപ്പൊ മനസ്സിലായല്ലോ കളർ മനസ്സിലായല്ലോ. കളർ മനസ്സിലായല്ലോ. ഇപ്പൊ എന്താ മനസ്സിലായെന്ന്? കളർ മനസ്സിലായല്ലോ. എന്താ കളർ? ഒരു കളത്തിന് മനസ്സിലായില്ല. നല്ല സെറ്റ് ആയിട്ട് കിടക്കായിരുന്നേ. ഇത് അത് പോവല്ലേ പൂട് ചെമ്പരത്തി. ഓടക്കോയിൽ പൂ. ഓടക്കോയിൽ പൂ. ഇത് ഓടക്കോയിൽ പോലല്ല, കോളാമ്പി പോവാ. അങ്ങനെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. അവനങ്ങ് അപ്പോഴത്തേക്ക് അങ്ങ് 100 അങ്ങ് വിടും. അതാ 100 ഇടുവോ? എടുത്തോ കാണുന്നില്ല മോനെ കൂട്ടാ. നീ മയത്തിലൊക്കെ പോകും, 120 പോകാതെ. 120 350 പോകുന്നത്. 172. ഓ എന്നാ പോക്കായി പോന്നേ ചെറുക്കൻ, ഉത്തരവാദിത്തം ഇല്ലാത്ത ചെറുക്കൻ. 172 വണ്ടി കൊണ്ട് പോകുന്നു. റോഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ളതിന്. 172 നീ ഓടി ഞാൻ പറയാം എത്ര കേട്ടോ, റെക്കോർഡ് ചെയ്യാൻ. ഞാൻ ഒന്ന് ഉറങ്ങുമ്പോ ഒരു പോക്ക് പോകും. ഉടുമലൈ പെട്ടി, കണക്കൻപെട്ടി, എറണാകുളം എന്ത് എറമണൈ ചെക്കൻപട്ടി, എന്ത് പേര് എല്ലാം പെട്ടി പട്ടി. സ്ലിപ്പ് റോഡ് സ്റ്റാർട്ട്സ്. എടാ ഈ കാണുന്ന ഇതേതാ? അതേതാ? ഈറോഡ് പോകാൻ വഴിയായിരിക്കണം. മെയിൻ റോഡ് തന്നെ അല്ലേ അത്? പാലം പോകണ്ടല്ലേ? ചെറിയ റോഡാണ്. ചെറിയ റോഡാണോ? ഹൈവേ ആണോ? ചെറിയ റോഡാ. ചോറ് പിടിച്ച് കിടക്കുക. ചോര പിടിച്ച് കൊതുകിന് അനങ്ങാൻ വയ്യ. പറക്കാറില്ല. പക്ഷെ നല്ല കുറച്ചുകൂടെ ആ വണ്ടിയിലായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിപ്പോയാൽ. TKN പുതൂർ ആണ് പളനി. ഞങ്ങൾ പളനിയെ കണ്ടു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇവനൊന്ന് സ്ലോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെയും കാണിക്കാം. ബെസ്റ്റ് ഒരു ഉണ്ടയും കാണുന്നില്ല. അങ്ങൊരു മല കാണുന്നുണ്ടോ? മലയ്ക്കകത്ത് സംഭവം ഉണ്ട്. ആ കാണുന്നതാണ് പളനി. എങ്ങനെ കാണാനാണോ? പറ്റത്തില്ലോ? നടി താഴെ കൂടെ കാണുന്നത് അതുകൊണ്ട് ആ റോഡാണ് പളനിയിലോട്ട് പോകുന്ന വഴി. അതുകൊണ്ട് അങ്ങ് കാണുന്നേ പളനി. അങ്ങൊരു മല കാണുന്നുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ക്യാമറയ്ക്കകത്ത് കാണുന്നില്ല. പക്ഷേ ഇങ്ങനെ കാണിക്കാനാ? എടാ നമുക്ക് ക്യാമറ മാറ്റണം അത്യാവശ്യമാണ്. ആ ഡ്രോൺ അത്യാവശ്യം കേട്ടോ. നമുക്കിനി ഡ്രോൺ വേണം. ഡ്രോൺ അത്യാവശ്യമാണ്. ഞങ്ങൾ ഇനി ഡ്രോണും കൊണ്ടായിരിക്കും വരുന്നത്. ഞങ്ങൾക്ക് ഇനി പറന്ന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് പളനിയൊക്കെ കാണാൻ തോന്നുമ്പോൾ അപ്പം ഡ്രോൺ പറത്തി കാണണം. ഞങ്ങൾ ഇനി ഡ്രോൺ മേടിച്ച് ഇനി പറത്താൻ പോവാം. അല്ല പിന്നെ എന്നാലും അങ്ങോട്ട് ശരിയാവത്തുള്ളൂ.
പളനി കാണാൻ നല്ല രസമുണ്ടോ കാണാനേ? അത്രയ്ക്ക് വലിയ മലയൊന്നും അല്ല കേട്ടോ. ആണ് അതിന്റെ പുറകെ മുട്ട മല കൊണ്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ടോ? കണ്ടോ? കാണത്തില്ല. ആ മേഘം പോലെ മൂടി കിടക്കുക. അത് അത്രയ്ക്കും വലിയ മണ്ടയ്ക്കൊന്നും അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു പക്ഷെ മണ്ട ഫുള്ള് ലൈറ്റ് നല്ല രസമുണ്ട് കാണാനല്ലേ. കൊടൈക്കനാലിൽ പോയിട്ട് മണ്ടയ്ക്ക് ചുര ഇറങ്ങി വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റാതെ ദീപം തെളിച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കാണാൻ. അതെ. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം, ഞങ്ങൾ ഈ 4 വരി പാതയിൽ ഞങ്ങൾ റൈറ്റ് സൈഡ് ചേർന്ന് പോകുന്ന വേറൊന്നും കൊണ്ടൊന്നുമല്ല. കാരണം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് എടുത്ത് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എപ്പോഴും ഈ സ്കൂട്ടറും ചെറിയ വണ്ടികളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഈ വണ്ടിയായിട്ട് എപ്പോഴും ഗിയർ ഡൗൺ ചെയ്ത് പോകാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ ഈ ഇഴഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ പുറകെ വരുന്ന ചെറിയ വണ്ടിക്കാർക്ക് ഓവർടേക്ക് കയറി പോകാനും പാടാണ്. അവർ കിടന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതുമല്ല നമുക്ക് എപ്പോഴും ഈ വലിയ വണ്ടിക്ക് ഗിയർ ഡൗൺ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയാവുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അറിയാത്തവർക്ക് നോക്കുമ്പോൾ എന്താ അല്ല വലിയ വണ്ടി റൈറ്റ് സൈഡ് ചേർന്ന് പോകുന്നു ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നില്ല എന്ന് പറയും. പക്ഷേ നമ്മളൊരു ലോഡും വണ്ടിയായിട്ടൊക്കെ പോകുന്ന വണ്ടി ഈ ഗിയർ ഡൗൺ ചെയ്യുന്നത് ചില സമയത്തൊക്കെ ഭയങ്കര പാടാണ്. ഗിയർ ഡൗൺ ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മുടെ കൈ ഒടിയും, അമ്മാതിരി ഇടിയിലായിട്ടുണ്ടത്. അപ്പം അപ്പോൾ വണ്ടി മൈലേജിൻ്റെ അങ്ങ് പോട്ടെന്ന് വെക്കാം. നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. റൈറ്റ് സൈഡ് ആകുമ്പോൾ അത്രയും സീനില്ല. അതുകൊണ്ടാണ് ഈ 4 വരി പാത ഞങ്ങൾ മാക്സിമം റൈറ്റ് സൈഡ് എടുത്ത് പോകുന്നത്. ലെഫ്റ്റ് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓട്ടോ ബൈക്ക് വണ്ടി കയറരുത്. അങ്ങനെയുള്ള ചെറിയ വണ്ടികളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ലെഫ്റ്റ് സൈഡ് തന്നെ എടുത്ത് പോകുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മൾ ആ കോഴിക്കോട് ബസ് കയറിയപ്പോഴേ ഫുള്ള് ലെഫ്റ്റ് മാക്സിമം ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്താൽ പോകുന്നത്. ഈ ചെറിയ വണ്ടി ഇങ്ങനെ കയറി പോകുന്ന വഴിക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡ് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. എപ്പോഴും ഗിയർ ഡൗൺ ചെയ്ത് ഗിയർ ഡൗൺ ചെയ്ത് പോകും. വണ്ടിക്ക് നമുക്കും പ്രശ്നമാണ്, വണ്ടി ഓടിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാവും. കാർ കൊണ്ടുപോകുന്ന പോലല്ല. അപ്പോൾ എപ്പോഴും കുറച്ച് ഈ ഒരു ഇങ്ങനെ ഈ റൈറ്റ് സൈഡിൽ പിടിച്ച് പോകുന്നത് തന്നെ എന്തുകൊണ്ടും ലോറി വലിയ വണ്ടി ഓടിക്കുന്നവർക്ക് കുറച്ചുകൂടെ കംഫർട്ട്. പിന്നെ 6 ലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. 6 ലൈനൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം സ്പീഡ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സെൻട്രൽ ലൈനിൽ കൂടെ കീപ്പ് ചെയ്ത് പോകാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡ് പിടിക്കാം. അല്ലാതെ ഇങ്ങനത്തെ റോഡിൽ കൂടെ മാക്സിമം റൈറ്റ് സൈഡ് തന്നെ പിടിച്ച് പോകുന്നതായിരിക്കും വലിയ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കാര്യം. പളനി 6, ധാരാപുരം നല്ല ഗ്രൗണ്ട് പിച്ച്, നല്ല കിടുക്കം പിച്ച്. ഞങ്ങൾ റെഡി ആക്കി ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ സൂപ്പറാണ്. ആരൊന്നും നമ്മളവിടെ ഒന്നും കിട്ടുന്നില്ല സാധനം. നമ്മുടെ ഗ്രൗണ്ട് ഫുൾ സെറ്റ് ആക്കുമല്ലേ? നമ്മുടെ ഗ്രൗണ്ട് അടിപൊളിയാക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ 4 വരി പാതയിലൊക്കെ ഇങ്ങനെ റൈറ്റ് സൈഡ് പിടിച്ച് പോകുമ്പോൾ നിങ്ങൾ പോകുന്നത് ശരിയല്ല, ലെഫ്റ്റ് സൈഡ് പിടിക്കണം, 4 വരി പാതയിൽ കൂടെ റൈറ്റ് സൈഡ് പിടിച്ച് പോകരുത് എന്നൊന്നും പറയരുത്. അതൊക്കെ ഫൈൻ വന്നാലും സാരമില്ല. പക്ഷെ ഇട സൈഡിൽ കൂടെ പോകുന്നത് ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടാണ് കൊണ്ടു നടക്കാൻ. അതിനിപ്പോൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ബുദ്ധിമുട്ടാണ്. വണ്ടി തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ലെഫ്റ്റ് സൈഡ് പിടിച്ച് പോകാൻ കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത പക്ഷം ലെഫ്റ്റ് സൈഡ് പിടിച്ച് പോകാൻ ഭയങ്കര പാടാണ്. ബൈക്ക് ഓട്ടോ ചെറിയ വണ്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് അത് അവർ ആ സ്പീഡിൽ പോകത്തില്ല. അപ്പോൾ അവരിങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്കത് ഗിയർ ഡൗൺ ചെയ്യാനൊക്കെ ഭയങ്കര പാടും ബുദ്ധിമുട്ടുമാണ്. ഇനിയിപ്പോൾ അത് റൂൾസ് ആണെങ്കിലും റൂൾസ് അല്ലെങ്കിലും സംഭവം റൂൾസ് കാണിക്കാൻ തെറ്റായിരിക്കും. ഇത് കണ്ടോ, നല്ല രസമുണ്ട് അവിടെ കാണാനേ. ബാംഗ്ലൂർ ആണോ പോണ വാങ്ങ ചോദിക്കേ എന്നാ വിലയാണ്? ഇതിൻ്റെ അകത്ത് കുറേ ഐറ്റംസ് ഉണ്ടല്ലോടാ. ഇത് വേണ്ട, ഇത് എടുക്കണ്ട, കളർ മങ്ങി പോകത്തില്ലേ? ഇതില്ലാത്ത എടുത്താണ്. അത് കൊള്ളാം, ഫുൾ ബ്ലാക്ക് കൊള്ളാം.
അത് കപ്പൊക്കെ ഉണ്ടല്ലോടാ. ചെരുപ്പ് വീണോ? ഏതാ ചേച്ചി? സ്റ്റിയറിംഗ് കവർ, വീൽ കപ്പ്,